നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിൽ എത്തുകയാണ്. തിരുവനന്തപുരത്താണ് എത്തുന്നത്. ഇന്ന് 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വഴിയോരത്ത് എല്ലായിടത്തും തന്നെ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ മുതൽ ഒരിടത്തും അനാവശ്യമായി പാർക്കിംഗ് ഒന്നും തന്നെ പറ്റുകയില്ല. പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. വൈകുന്നേരം 6-ന് തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി നാളെ ശബരിമല ദർശനം നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക പൊതുപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രപതിയുടെ വരവ്. ശിവഗിരി സന്ദർശനവും മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനവും പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയും എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദിയും രാഷ്ട്രപതിയുടെ പരിപാടികളിൽ ഉണ്ട്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ തന്നെയാണ്. കാരണം KSRTC ബസ്സുകളൊക്കെ തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ സാധാരണക്കാർക്കൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിൽ ഉള്ളത് തുറന്നു പറയാമല്ലോ. അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ ബസ്സിൽ പോകുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കാരണം സ്റ്റോപ്പുകളൊക്കെ തന്നെ പ്രത്യേകിച്ചും വെള്ളയമ്പലം ഭാഗത്ത്, തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തലസ്ഥാനമാണ്, വെള്ളയമ്പലം ഭാഗത്ത് രാജ്ഭവനും ക്ലിഫ് ഹൗസും ഒക്കെ തന്നെ ഉള്ളതിനാൽ തന്നെ ഇവിടങ്ങളിലേക്ക് വരുന്ന അതിഥികൾ കാരണം അവിടെയൊക്കെ തന്നെ മുഴുവനും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന ബസ്സുകളൊക്കെ തന്നെ വഴിതിരിച്ചു വിടും. ഇത് പലരും അറിയാതെ പോകുന്നവരുണ്ട്, അറിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടി ദൂരങ്ങളോളം നടന്നു വരുന്നവരുമുണ്ട്. എന്തായാലും എവിടെയൊക്കെയാണ് ഒരു തടസ്സം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയും നാളെ രാവിലെ 6 മുതൽ രാത്രി 10 വരെയും 23-ന് രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ശംഖുമുഖം, അതുപോലെ തന്നെ ഓൾ സയൻസ് കോളേജ്, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ, ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാറ് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് വരുന്നത്. നാളെ രാവിലെ ശംഖുമുഖം മുതൽ വെള്ളയമ്പലം, കവടിയാറ് റോഡിന്റെ ഇരുവശങ്ങളിലും വൈകിട്ട് 4 മുതൽ രാത്രി 10 മണി വരെ കവടിയാറ്, വെള്ളയമ്പലം, ആൽത്തറ, ശ്രീമൂലം ക്ലബ്ബ്, വഴുതക്കാട് വിമൻസ് കോളേജ് ജംഗ്ഷൻ, മേട്ടുകട വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും 23-ന് കവടിയാർ, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, VJT, ആശാൻ സ്ക്വയർ, ജനറൽ ആശുപത്രി, പാറ്റൂര്, പള്ളിമുക്ക്, പേട്ട, ചാക്ക, ഓൾ സയൻസ്, ശംഖുമുഖം റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നും പോലീസ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 23 വരെയാണ് ശംഖുമുഖം, വലിയതുറ, പൊന്നറ, കല്ലുമൂട്, ഈഞ്ചക്കൽ, അനന്തപുരി ആശുപത്രി, ഈഞ്ചക്കൽ, അതുപോലെ തന്നെ മിത്രാനന്തപുരം, SP ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം പാർക്ക്, തകരപ്പറമ്പ് പാലം, അതുപോലെ തന്നെ ചൂരക്കാട്ടുപാളയം, തമ്പാന്നൂർ ഫ്ലൈ ഓവർ, തൈക്കാട്, വഴുതക്കാട്, വെള്ളയമ്പലം റോഡിലും നാളെ വെള്ളയമ്പലം മ്യൂസിയം, കോർപ്പറേഷൻ ഓഫീസ്, രക്തസാക്ഷി മണ്ഡപം, ബേക്കറി ജംഗ്ഷൻ, വിമൻസ് കോളേജ് റോഡിലും 23-ന് വെള്ളയമ്പലം, കവടിയാറ്, കുറുവൻകോളം, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, ആക്കുളം, കുഴിവിള, ഇൻഫോസിസ് കഴക്കൂട്ടം, വെട്ടുറോഡ് റോഡിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളം യാത്ര കൂടി നോക്കുക. ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്നവർ വെൺപാലവട്ടം, ചാക്ക ഫ്ലൈ ഓവർ വഴി ഈഞ്ചക്കൽ, കല്ലുമൂട്, പൊന്നറപ്പാലം, വലിയതുറ വഴിയും രാജ്യാന്തര ടെർമിനലിലേക്ക് പോകാവുന്ന യാത്രക്കാർ വെൺപാലവട്ടം, ചാക്ക ഫ്ലൈ ഓവർ, ഈഞ്ചക്കൽ, കല്ലുമൂട്, ആനന്ദപുരി ആശുപത്രി സർവീസ് റോഡ് എന്നിവ വഴി പോകേണ്ടതാണ് എന്നുള്ള അറിയിപ്പ് കൂടി വരുന്നുണ്ട്. പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തുന്നത്. വൈകുന്നേരം 6-ന് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് രാജ്ഭവനിലെത്തി വിശ്രമിക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ശബരിമലയിലേക്ക് തിരിക്കും. ക്ഷേത്ര ദർശനത്തിന് ശേഷം വൈകുന്നേരം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. നാളെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അത്താഴ വിരുന്ന് ഒരുക്കും. നാളെ രാത്രി 8-ന് വഴുതക്കാട് ഹയാത്ത് റിലിജിയൻസിലാണ് അത്താഴ വിരുന്ന് ഒരുക്കുന്നത്. വ്യാഴം രാവിലെ 10:30-ന് രാജ്ഭവൻ അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയായ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ഈ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. പിന്നീട് വർക്കല ശിവഗിരിയിലേക്ക് പോകും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി തുടർന്ന് ഹെലികോപ്റ്ററിൽ പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് തിരിക്കും. കോളേജ് പ്ലാറ്റിനം ജൂബിലിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി വൈകുന്നേരം ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും. കുമരകം താജ് റിസോർട്ടിലാണ് താമസം. വെള്ളി രാവിലെ കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതിക്ക് കൊച്ചി നാവിക വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
പറന്നെടുക്കും. ഉച്ചകഴിഞ്ഞ് 3:45 നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലേക്കും 4:15 പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്കും തിരിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 21, അതായത് ഇന്ന് 22, നാളെ 23 മറ്റന്നാൾ എന്നീ തീയതികളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ യാത്ര മുന്നോട്ട് പോവുക.